ഹരേ കൃഷ്ണ. ബാലിയുടെ വധമെന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ബാലിയും സുഗ്രീവനും അഘോരമായ യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ സുഗ്രീവൻ തോൽക്കുമെന്നായി. സുഗ്രീവൻ അടയാളം ധരിച്ചിരുന്നതിനാൽ ശ്രീരാമന് ബാലിയെ തിരിച്ചറിയാൻ വളരെ എളുപ്പം സാധിച്ചു. അവസരം പാഴാക്കാതെ ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്ത് വീഴ്ത്തി. ദേഹം മുഴുവൻ ചോരയൊഴുക്കിക്കൊണ്ട് ബാലി പിടഞ്ഞു. തൻ്റെ മേൽ പതിച്ചത് രാമൻ്റെ ബാണമാണെന്ന് മനസ്സിലാക്കിയ ബാലി രാമനോട് ഇങ്ങനെ ചോദിച്ചു: അങ്ങ് എന്തിനാണ് ഈ ദ്രോഹം എന്നോട് ചെയ്തത്? ആയുധമില്ലാതെ പോരാടിയ എന്നെ ഒളിച്ചു നിന്ന് അമ്പെയ്ത് വീഴ്ത്തിയത് ധീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ആ സമയത്ത് താര അവിടെ ഇറങ്ങി വന്നു ശ്രീരാമനോട് ചോദിച്ചു: രഘുവംശത്തിൽ പിറന്ന രാജാക്കന്മാർ ധർമ്മിഷ്ഠരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടും അങ്ങ് എന്തിനീ പാപത്തിന് മുതിർന്നു? ക്ഷത്രിയധർമ്മം എന്താണെന്ന് പോലും അങ്ങ് മറന്നുപോയോ? അതോ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതോ? രണ്ടുപേർ തമ്മിൽ യുദ്ധമുണ്ടായാൽ ബലവാൻ ജയിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങ് ചെയ്തതോ ബലവാനെ വധിച്ചു. മാത്രമോ, യുദ്ധമര്യാദ പോലും മറന്നു അങ്ങ് ഒളിയമ്പെയ്ത് കൊന്നില്ലേ? ധർമ്മം നടപ്പാക്കേണ്ട രാജാവ് അധർമ്മം പ്രവർത്തിച്ചാൽ ധർമ്മം എങ്ങനെ പുലരും? ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു: ഞാൻ ഈ കാട്ടിൽ വന്നത് ദുഷ്ടജന നിഗ്രഹത്തിനായിട്ടാണ്. ബാലി ചെയ്തത് അധർമ്മം മാത്രമാണ്. സുഗ്രീവന് കിട്ടേണ്ട രാജ്യവും അയാളുടെ ഭാര്യയെയും ബാലി തട്ടിയെടുത്തില്ലേ? അങ്ങനെ ധർമ്മനാശം വരുന്നവരെ വധിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ്. ഇത് കേട്ട് താര പറഞ്ഞു: അങ്ങ് പറഞ്ഞത് സത്യമാണെങ്കിൽ ആദ്യം വധിക്കേണ്ടത് സുഗ്രീവനെ തന്നെയാണ്. താരയുടെ വാക്ക് കേട്ട് ശ്രീരാമൻ ചോദിച്ചു: താരേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. സുഗ്രീവനെ വധിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ബാലി മുൻപ് ദുന്ദുഭിയോട് പൊരുതി ഒരു ഗുഹയിലെത്തി. 1 വർഷം അവർ തമ്മിൽ യുദ്ധമുണ്ടായി. അന്ന് ജ്യേഷ്ഠഭാര്യയായ എന്നെ കൈക്കലാക്കി നാടുവാണവനാണിവൻ. അതിനാൽ ഇവനെയാണ് ആദ്യം വധിക്കേണ്ടത്. താര ദുഃഖത്തോടെ പറഞ്ഞു. ഈ സംഭവം എന്നാണ് നടന്നത്? ശ്രീരാമൻ താരയോട് ചോദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത്. ബാലി യുദ്ധം ചെയ്യുമ്പോഴാണ് സുഗ്രീവൻ രാജ്യം കൈക്കലാക്കിയത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ബാലി മടങ്ങിയെത്തി. സുഗ്രീവനെ തോൽപ്പിച്ച് രാജ്യം വീണ്ടെടുത്തു. അങ്ങനെ അയാളുടെ ഭാര്യയും ബാലിയുടെ അധീനതയിലായി. എന്നെ കൈക്കലാക്കിയതിനുള്ള പ്രതികാരമായിരുന്നു അത്. താരയുടെ മറുപടി